ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഒന്നും ഒരു ദിവസത്തെ ഫുൾ വ്ളോഗൊന്നും അങ്ങനെ എടുക്കാറില്ല. ഏതെങ്കിലും ഒരു ടൈമിലുള്ള ഒരു വീഡിയോ റെസിപ്പിയും ഷെയർ ചെയ്യാൻ നിങ്ങളായിട്ട്. അപ്പം ജസ്റ്റ് എന്താണ് ഞാൻ തയ്യാറാക്കുന്നതെന്നും കാണാം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് കണവ വെച്ചിട്ടുള്ള ഒരു തോരനും പിന്നെ അയില മീൻ പൊരിച്ചതാണ് കേട്ടോ. പിന്നെ ചോറും രസവും കൂടെ വെക്കുന്നുണ്ട്. ഫിഷൊക്കെ ഞാൻ ആദ്യമേ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ കണവ തോരൻ വെക്കാനുള്ള കണവ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒരു 5-6 വെള്ളം ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മൺചട്ടിയിലോട്ട് മാറ്റി ഇതിലേക്ക് കുറച്ച് ഉപ്പും 1-2 തണ്ട് കറിവേപ്പിലേക്ക് ചേർത്തിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഫിഷിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ 1-2 തണ്ട് കറിവേപ്പില, അര ടീസ്പൂണോ 3/4 ടീസ്പൂണോ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂണിൻ്റെ അകത്ത് മാത്രം ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ് കേട്ടോ. അതൊരു ഏകദേശം 2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ലെമണിൻ്റെ ജ്യൂസോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ നോർമൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ള കൂട്ട് നമുക്കിതാ ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുള്ള അയില മീനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഒന്ന് മാരിനേഷൻ ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ടേ മസാലയൊക്കെ നന്നായിട്ട് മീനിലോട്ടൊന്ന് പിടിച്ചിട്ടു. അപ്പോൾ അത് ആ കണവയിൽ നിന്ന് നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒരു കണവ ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചിയും 2-3 പച്ചമുളക് എടുക്കാം. പിന്നെ ഒരു 10-20ഓളം ചെറിയുള്ളി എടുക്കുന്നുണ്ട്. ചെറിയുള്ളി നമ്മൾ കൂടുതലായിട്ട് ചേർക്കണം കേട്ടോ ഈ ഒരു തോരന്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ച് നമുക്ക് ആ ഒരു കണവ വെന്ത് വന്നിട്ടുള്ള കണവയിലോട്ട് ചേർത്തെടുക്കാം. ആ ഒരു കണവ ഏകദേശം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും ആകും. അത്രയും ടൈം നമ്മൾ വേവിക്കണം കേട്ടോ. ആ ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേന് അതിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ പുറത്തോട്ട് വന്നു തുടങ്ങും. അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കണം. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വന്ന് വറ്റി വരുമ്പം കറക്റ്റായിട്ട് കണവ ഒന്ന് റെഡിയായി കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു 1.5 കപ്പോളം തേങ്ങ ചിരകിയതിലോട്ട് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂണോളം മുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ചതച്ച കൂട്ടെല്ലാം കൂടെ വെച്ചിട്ട് അതൊന്ന് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് രസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. നമ്മൾ രസത്തിൻ്റെ മെയിൻ ഘടകമെന്ന് പറയുന്നത് ആ ഒരു കുരുമുളകും ഒരു ജീരകം തന്നെയാണ്. അത് ഫ്രഷ് ആയിട്ട് തന്നെ ഒന്ന് പൊടിച്ചൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 തണ്ട് വറ്റൽമുളകും 1-2 തണ്ട് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടാണ്. ഒരു 3-4 ചെറിയ ഉള്ളി, 2-3 പച്ചമുളകും, ഒരു പീസ് ഇഞ്ചി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടെ ഒന്ന് ചതച്ച കൂട്ടാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊരു മഞ്ഞ കളർ. എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ റീലിൽ കിടന്ന സമയത്ത് ഇടയ്ക്കെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും കമൻറ്റ് വരുന്നതാണ് കേട്ടോ ഈ ഒരു രസത്തിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. എന്നോടത്ത് ആ കമൻറ്റ് ചോദിക്കുന്നത് വെച്ചാൽ പച്ച കളർ രസം എന്നാണ് കേട്ടോ അവർ പറയുന്നത്. ആ ഒരു പച്ച കളർ രസം ഒന്ന് കാണിക്കുമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പച്ച കളർ രസത്തിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ തക്കാളി ചേർക്കില്ല, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മളത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം പുളി, അതായത് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 കപ്പ് വരെ എക്സ്ട്രാ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതാ നേരത്തെ ചതച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. എപ്പോഴും രസത്തിന് നമ്മൾ കുരുമുളകും ജീരകവും ഫ്രഷ് ആയിട്ട് തന്നെ ചേർക്കണം. അപ്പോൾ മാത്രമേ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു രസം തിളപ്പിക്കാനായിട്ട് പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതായത് തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂട് മതിയേ. ആ ഒരു ചൂടാകുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ കണവ തോരനിവിടെ ഏകദേശം ഒന്നായി വരുന്നുണ്ട്. അപ്പം വെള്ളമൊന്നും ഒട്ടുമില്ല, എല്ലാ വെള്ളവും വറ്റിയിട്ടുണ്ട്. പിന്നെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു അരപ്പിൻ്റെയൊക്കെ ഒരു പച്ച ചുവന്ന് മാറി വരുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. ഉപ്പ് നോക്കിയ സമയത്ത് കുറവായിരുന്നു, കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ച് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചൊന്ന് മാറ്റിക്കും. ഇനി ഫ്ലെയിം ഇടേണ്ട ആവശ്യമില്ല, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ.
എല്ലാം ഒന്ന് റെഡിയായി വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഫിഷ് ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അത് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാല പുരട്ടിട്ടുള്ള മീനൊന്ന് വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരെണ്ണം ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്നും കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. മീൻ പൊരിക്കുന്നതിൻ്റെ മണം അടിച്ച ആളിങ്ങ് എത്തും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ലഞ്ചൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊരു പ്ലേറ്റിൽ ചെറിയൊരു വാഴയിലേക്ക് ഒന്ന് വാട്ടിയൊന്ന് വെച്ചിട്ടുണ്ട്. ചെറിയ റീലിനൊക്കെ വേണ്ടിയിട്ടാണ്, റീലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് നല്ല ചൂട് മട്ടേരി ചോറ് ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ചൂട് ചോറിലോട്ട് കുറച്ച് രസം ഒഴിച്ചു. പിന്നെ ഇതാ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു കണവ തോരനും പിന്നെ ഇതാ ആ ഒരു ഫിഷ് ഫ്രൈ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് വെജ് ഐറ്റംസ് ഇല്ല, ഫുൾ നോൺ വെജാണല്ലേ. എന്തായാലും അടിപൊളി ലഞ്ചായിരുന്നു. ഈ ഒരു രസവും ഈ ഒരു കണവാത്തോരനും ഒടുക്കത്തെ കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ കണവായതുകൊണ്ടാണ് ഞാൻ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തത്. സ്ക്വയർ ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും